ഇത്രയും വലിയ സാലറിയുള്ള ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ എന്താണ് പ്രേരിപ്പിച്ചത്? രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം. കോട്ടയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അടിത്തറയുള്ള മണ്ണാണ്. അപ്പൊ അത്തരമൊരു മണ്ണിൽ നമ്മളൊരു BJP നേതാവ് വളർന്നു വരിക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളവർക്ക് കൂടുതൽ സ്കോപ്പുള്ള പ്രദേശങ്ങൾ എന്നൊക്കെയായിരുന്നു സ്വാഭാവികമായും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് കോട്ടയത്ത് BJPയുടെ ഭാരവാഹികളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സഹോദരന്മാരെ അല്ലെങ്കിൽ സഹോദരിമാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കേരളം ക്രിസ്ത്യൻ പോപ്പുലേഷൻ 8ാം സ്ഥാനത്തുള്ള സംസ്ഥാനം മാത്രം. അതിന് മുകളിലേക്കുള്ള 7 സംസ്ഥാനങ്ങളിൽ BJP അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിമാരാണ്. ഇത് ആളുകളെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. തൃശ്ശൂർ സുരേഷ് ഗോപി ഇതിലും വലിയ ആകാശപാത ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കാമെങ്കിൽ കോട്ടയത്ത് എന്തുകൊണ്ട് 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല? ഈ പാവപ്പെട്ടവന്റെ കാശല്ലേ കൊണ്ട് കിട്ടിയിരിക്കുന്നത്. ഇവനെയൊക്കെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. ദൈവമേ എത്രയും പെട്ടെന്ന് വിളിച്ചു കളഞ്ഞു. ഇപ്പോൾ ആലപ്പുഴയിലെ ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം, കൊല്ലം തന്നെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ, അമൃത് ഭാരത് സ്റ്റേഷൻ ഉൾപ്പെടുത്തി ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നു. ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൊടുക്കാൻ ഒരു സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ BJPയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ചില അധികാര മോഹങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് വരുന്നതാണെന്ന് ആലോചിക്കാം. ഇവർ ഈ വന്നവർക്കൊക്കെ എന്തെങ്കിലും അധികാരം കിട്ടിയിട്ടുണ്ട്. BJPയിൽ അങ്ങനെ ഒരു മോഹത്തോട് കൂടിയിട്ട് ഒരാൾക്ക് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും. ശബരിമല യുവതീ പ്രവേശനത്തിലേക്ക് വന്നാലും ആ ഒരു കാലഘട്ടത്തിൽ K. സുരേന്ദ്രനോടൊപ്പം കാട്ടിലൂടെ സന്നിധാനത്തെത്തിയ ഒരു നേതാവാണ്. സന്നിധാനത്തെത്താൻ വേണ്ടി സമ്മതിക്കില്ല, ഗവൺമെന്റിന്റെ തീരുമാനം. അങ്ങനെ 2 കൽപ്പിച്ചിട്ട് രാത്രിയിൽ കാട് കയറാൻ തീരുമാനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് കയറിയത് ഭയങ്കര തിക് ഫോറസ്റ്റ്. 10-12 മണിക്കൂർ കാടിനകത്ത് അകപ്പെട്ടു പോയി. പിറ്റേ ദിവസം വൈകുന്നേരമാണ് സന്നിധാനത്തെത്തുന്നത്. അവിടെ ഒരു പ്രാപ്പുഴ പാലമുണ്ട്. വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അതായത് 6 കോടി രൂപ ഒരു MLAക്ക് ഒരു വർഷം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നുണ്ട്. ഇതെവിടെയാണ്, ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, എവിടെയാണ് വിനിയോഗിച്ചിരിക്കുന്നത്? ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റില്ലേ? ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും BJPയുടെ കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ലിജിൻ ലാൽ എന്ന പൊതുപ്രവർത്തകനെ അറിയാം. എന്നാൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഡിഗ്രി പാസ്സായതിനു ശേഷം ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിനായ DB ഷെൻകർ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും വളരെ ഉയർന്ന ജോലി അല്ലെങ്കിൽ ഒരു വരുമാനമുള്ള ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു പൊതുപ്രവർത്തകനെ അങ്ങനെ അധികമാർക്കും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം അറിയണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊതുപ്രവർത്തകനെയും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെയും അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ലിജിൻ ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇത്രയും വലിയ സാലറിയുള്ള ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഉപേക്ഷിച്ച് യുവമോർച്ച എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ എന്താണ് പ്രേരിപ്പിച്ചത്? യുവമോർച്ചയുടെ ചുമതലയിലുള്ള സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ജോലിയും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും കൂടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം രണ്ടും ഒരുപോലെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ജോലി ഉപേക്ഷിക്കുന്നത് 2019 കാലഘട്ടത്തിലാണ്. അതായത് BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള ചുമതലയിൽ വന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ ജോലിയിൽ നിൽക്കുന്ന സമയത്ത് ആ ജോലിയുടേതായിട്ടുള്ള ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളിൽ അവർക്ക് അവരുടെ പ്രഷർ മാത്രമല്ല, അവരുടെ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് സിസ്റ്റം എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് 2 കാര്യങ്ങളും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് ഏതെങ്കിലും ഒന്നിനോട് മാത്രമേ നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സ്റ്റേജ് വന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുക. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു പാഷനായിട്ട്, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ BJP ഒരുപാട് വളർന്നു. രാജ്യത്തെ ജനങ്ങൾ മുഴുവനും BJPയെ അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിന് പിന്തുണ നൽകിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടം. അപ്പം നമുക്ക് ആ മേഖലയിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ ഇതെല്ലാം കൂടെ വെച്ച് ആലോചിച്ചപ്പോൾ 2ൽ ഏത് വേണം? അപ്പം രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ ഒരു പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ BJP എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി
കുഞ്ഞുനാൾ മുതൽ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതൊരു പാഷനാക്കി ജോലി റിസൈൻ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് 2019 നമ്മളൊരു കുടുംബമൊക്കെ ആയതിനു ശേഷം ഞാൻ ജോലി രാജിവെച്ച് ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരൊന്നും ഞെട്ടും, പ്രത്യേകിച്ച് ഭാര്യ 2 തവണ ഞെട്ടും. ആ ഞെട്ടലിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് വിവാഹം കഴിക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു ചുമതലയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തെ പറ്റിയിട്ടുള്ള ബോധ്യം അന്ന് വൈഫിൻ്റെ വീട്ടുകാർക്കുമുണ്ട്. ഞാനിപ്പോൾ ഇന്നിവിടെ ഇരിക്കാനുള്ള കാരണം എൻ്റെ പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സമരങ്ങളുടെ ഭാഗമായി. അപ്പോൾ അങ്ങനെയൊക്കെ വളർന്നു വന്ന എൻ്റെ ഒരു ഇഷ്ടം അതാണ് എന്ന് സ്വാഭാവികമായും വൈഫും തിരിച്ചറിയുമല്ലോ. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ആയിരിക്കാം, ആ ഒരു സപ്പോർട്ട് എനിക്കെപ്പോഴും ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ചേട്ടന് മുന്നിലുള്ള ചാലഞ്ചസ് വേറെ പലതും ഉണ്ടായിരുന്നു. കാരണം കോട്ടയം എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിന്റെ അടിത്തറയുള്ള മണ്ണാണ്. അപ്പോൾ അത്തരമൊരു മണ്ണിൽ നമ്മളൊരു BJP നേതാവ് അല്ലെങ്കിൽ ഒരു യുവമോർച്ച നേതാവിന് വളർന്നു വരിക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മോദിജിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഭരണം അല്ലെങ്കിൽ അതിനുശേഷം ഇങ്ങോട്ടേക്ക് BJP ഓരോ സംസ്ഥാനങ്ങളിലും അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളൊക്കെ താഴെ തട്ടിലെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഇനിഷ്യേറ്റീവ് BJPയുടെ ഭാഗത്തുനിന്ന് ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇപ്പം ഞാനൊക്കെ ജീവിക്കുന്ന പ്രദേശത്ത് എൻ്റെയൊക്കെ ഞാൻ പഠിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളെന്ന് പറയുന്നത് അധികവും ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഗ്രാജുവലായിട്ടുള്ള ഒരു മാറ്റം അവരുടെ മൈൻഡിൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ക്രിസ്ത്യൻ പോപ്പുലേഷനിൽ കേരളമല്ല 1ാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ. കേരളം ക്രിസ്ത്യൻ പോപ്പുലേഷനിൽ എനിക്ക് തോന്നുന്നു 8ാം സ്ഥാനത്തുള്ള സംസ്ഥാനം മാത്രമാണ്. അതിന് മുകളിലേക്കുള്ള 7 സംസ്ഥാനങ്ങളിലും ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ BJP അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിമാരാണ്. 60 വർഷക്കാലത്തെ കോൺഗ്രസിൻ്റെ ഭരണം ഈ സംസ്ഥാനങ്ങളിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ആ സംസ്ഥാനം വളരെ പിന്നിലായിരുന്നു. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥകളായിരുന്നു. 2014 മുതൽ ഈ ഒരു 26 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ അവർക്ക് ഗ്രാമീണ മേഖലകളിൽ മുഴുവൻ റോഡുകളായിരിക്കുന്നു, വൈദ്യുതി ആയിരിക്കുന്നു, കുടിവെള്ളമായിരിക്കുന്നു. ഇപ്പോൾ അവിടെയെല്ലാം പോയിട്ട് വരുന്ന ആളുകൾ, ഇവരുടെ റിലേറ്റീവ്സ് പോയിട്ട് വരുന്നവർ പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇത് വീടുകളിൽ പോയി പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ചേഞ്ച്, ആ ചേഞ്ച് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ആളുകളുടെ സപ്പോർട്ടുണ്ടായിരുന്നു. ഇന്ന് കോട്ടയത്ത് ഏത് മണ്ഡലത്തിലോട്ട് കടന്നു ചെന്നാലും BJPയുടെ ഭാരവാഹികൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ സഹോദരന്മാരെ അല്ലെങ്കിൽ സഹോദരിമാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് കോട്ടയം പോലെയുള്ള ജില്ലകളിൽ വലിയ രീതിയിലുള്ള മാറ്റം അത് നമ്മുടെ പ്രവർത്തനത്തിന്, രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഒരുപാട് ഗുണകരമായിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഗംഭീരമായ ആത്മവിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും BJPയുടെ മുദ്രാവാക്യം മാറാത്തത് ഇനി മാറുമെന്നുള്ളതാണ്. വികസിത കേരളത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിക്കാൻ വേണ്ടിയാണ് BJP പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 വികസിത കേരളം, 2 വിശ്വാസ സംരക്ഷണം, 3 സുരക്ഷിത കേരളം. കോട്ടയം ജില്ലയിലെ ഏത് മണ്ഡലം എടുത്താലും അവിടുത്തെ MLAമാരെന്ന് പറയുന്നത് 10, 15, 20, 25 വർഷമൊക്കെ ആയിട്ട് MLAമാരായിരുന്ന ആളുകളാണ്. അപ്പോൾ ഒരു നാട്ടിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അവർക്കത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഒരു കാലഘട്ടം കൊണ്ട് എന്ത് പരിവർത്തനമാണ് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചത് എന്നുള്ള ചോദ്യം ഇന്ന് അവിടെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. 60 വർഷം കോൺഗ്രസ് രാജ്യം ഭരിച്ചു. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 2014 മുതൽ ഇപ്പോൾ 2026 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന 140 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ ഇത്ര വലിയ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഭരണാധികാരിക്കും ഒരു ഭരണ സംവിധാനത്തിനും സാധിക്കുമെങ്കിൽ കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് അല്ലെങ്കിൽ കോട്ടയം പോലെയുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ, വൈക്കം പോലെയുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ, കടുത്തുരുത്തി മണ്ഡലത്തിൽ, പാലാ മണ്ഡലത്തിൽ, പുതുപ്പള്ളി മണ്ഡലത്തിൽ ഇവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര വർഷം വേണമായിരുന്നു? അവർ കൊണ്ടുവന്നിട്ടില്ല. ഇവരൊക്കെ തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരായും ആഭ്യന്തരമന്ത്രിമാരായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇവരുടെ മുന്നണിയാണ് എല്ലാ കാലത്തും ഭരണത്തിലിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്നു.
വൈക്കം നിയോജക മണ്ഡലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം കാണാൻ വേണ്ടി സാധിക്കുമോ? 30-40 വർഷമായിട്ട് പണി തീരാത്ത പാലങ്ങളുണ്ട്. 40 വർഷം കൊണ്ട് പണി തീരാത്ത പാലം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന ദുരിതമെന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സമയത്തിന് ഏറ്റവും വിലയുള്ള ഈ ഒരു സമയത്ത് അരമണിക്കൂർ കൊണ്ട് ചെല്ലേണ്ട സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾ സഹിക്കില്ല. അവർ മാറണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടാകും. ടാറിടാത്ത റോഡുകൾ ഇപ്പോൾ കോട്ടയം മണ്ഡലത്തിൽ പനച്ചിക്കാട്, വിജയപുരം പ്രദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള റോഡുകൾ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ ഇപ്പൊ പാലായിലൊക്കെ കൂടെയുള്ള ഈ പോക്കറ്റ് റോഡുകളിലൂടെ പോലെ പോകുമ്പോൾ പോലും വളരെ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള വളരെ ഗംഭീരമായ വീതിയുള്ള റോഡുകളാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില മെയിൻ റോഡുകളുമായി കണക്ട് ചെയ്യുന്ന ചില റോഡുകൾ നല്ല റോഡുകളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിലൂടെ പല ഇന്റേണൽ റോഡുകളുടെ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 47ഓളം റോഡുകൾ കോട്ടയത്ത് പുതുതായിട്ട് ഗ്രാമീൺ സഡക് യോജനയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു സംശയം പറയട്ടെ, നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് മാണി സാറിന്റെ മണ്ഡലമാണ്, അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ഏരിയ ആണ്, അതുകൊണ്ട് റോഡുകളൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എന്നല്ലേ? ആരെങ്കിലും ഗ്രാമീൺ സഡക് യോജനയിലൂടെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് ആ റോഡുകളുടെ അത്തരത്തിലുള്ള റോഡുകളുടെ എല്ലാം ഫ്രണ്ടിലും അത് തീരുന്നിടത്തും ഗ്രാമീൺ സഡക് യോജന എന്നുള്ള ബോർഡ് കാണും. 2, ഒരു മെയിൻ റോഡ് 50 കൊല്ലത്തെ ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഒരു മെയിൻ റോഡ് മാത്രം ടാർ ചെയ്യുന്നതല്ലല്ലോ. അതല്ല, അതിനും അപ്പുറത്തേക്ക് ഒരുപാട് വികസനങ്ങളുണ്ട്. ഇവിടെ എല്ലാം സർക്കാരിന്റെ ഭൂമികളുണ്ട്. അവിടെ എന്തെങ്കിലും സംരംഭങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഒരു മന്ത്രിസഭയിൽ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഇപ്പോൾ പല പ്രദേശങ്ങളിലും മിനി സിവിൽ സ്റ്റേഷനുകൾ പണിതു വെച്ചിട്ടുണ്ട്. ആ മിനി സിവിൽ സ്റ്റേഷനുകൾ മുഴുവൻ ഫുൾ ഫ്ലെഡ്ജിലാണോ? നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ? ആ മിനി സിവിൽ സ്റ്റേഷൻ പണിതു വെക്കുമ്പോഴും ഇപ്പോഴും പല സർക്കാർ സ്ഥാപനങ്ങളും വാടക കെട്ടിടത്തിൽ മാറി പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടയത്തെ ഒരു IT ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ സാധിക്കില്ലേ? അല്ലെങ്കിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊഴിൽ പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ലേ? ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ കോട്ടയത്ത് ഒരു ആകാശപാത 2014 പ്രവർത്തനം ആരംഭിച്ചു. ഒരാഴ്ച മുമ്പ് അവിടെ MLA പറഞ്ഞു UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കും, അതിൻ്റെ മുകളിൽ വാച്ച് ടവർ സ്ഥാപിക്കും. ഇടതുപക്ഷത്തിൻ്റെ സമീപനം കൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാൻ പറ്റാത്തത്. 2 ചോദ്യങ്ങളാണത്. അപ്പോൾ 2014 മുതൽ 16 വരെ ആരായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? 2016 ഇടതുപക്ഷ ഗവൺമെൻറ് വരുന്നത്. ഈ 14 മുതൽ 16 വരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയാണ്. ആ 2 കൊല്ലം കൊണ്ട് ഈ ചെറിയൊരു ആകാശപാത പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? തൃശ്ശൂർ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 100 ചോദ്യങ്ങൾ. ഇപ്പോൾ കുടിവെള്ളം, ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. അറ്റ്ലീസ്റ്റ് ആ പദ്ധതി പ്രകാരം വീടുകളിൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യാൻ ഈ MLA-മാരും MP-മാരും ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ, പഞ്ചായത്ത് ഭരണകൂടങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ വീടുകളിലും വെള്ളം എത്തും. പക്ഷേ ഇന്നും കുടിവെള്ളം എത്താത്ത 100 കണക്കിന് വീടുകൾ നമുക്ക് ഓരോ ഗ്രാമപ്രദേശങ്ങളിലും കാണാം. ഈ പദ്ധതി മുഴുവനും അട്ടിമറിക്കുകയാണ്. കാരണം ജൽജീവൻ മിഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് കോട്ടയം, വൈക്കം, ഏറ്റുമാനൂര് ഈ പ്രദേശങ്ങളിലൊക്കെ 2 ദിവസം തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറാത്തതായിട്ടുള്ള ഒരു സ്ഥലം പോലുമില്ല. എല്ലാ വർഷവും ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന 100 കണക്കിന് ആളുകളുടെ ഒരു മാസക്കാലത്തെ ജീവിതം എന്ന് പറയുന്നത് ഷെൽട്ടർ ഇവിടെയാണ്. നമ്മുടെ ഏതെങ്കിലും സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിൽ അല്ലെങ്കിൽ മറ്റു സ്കൂളുകളിലേക്ക് മാറുകയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ ഒരു സമയത്ത് ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ, അതായത് ഇത്രമാത്രം വികസിത പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിന്റെ അപര്യാപ്തതയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഇത്രയധികം വർഷങ്ങളായിട്ട് ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDF തന്നെ വീണ്ടും അവിടേക്ക് വരുമായിരുന്നു. അതാണ് പറഞ്ഞത്. ഈ ഞങ്ങളുടെയൊക്കെ പ്രദേശത്തെ ഒരു പൊതുവായി കാണുന്നത് ഒരു MLA-യുടെ അല്ലെങ്കിൽ ഒരു MP-യുടെ റോൾ എന്ന് പറഞ്ഞാൽ കല്യാണ വീട്ടിലും മരണ വീട്ടിലും വരിക എന്നുള്ള രീതിയിലാണ്. ആ രീതിയിലേക്ക് ഇവർ ഡൈവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം കുറേ കാലത്തൊക്കെ ഇത് ഓടി. എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ ഒരു ഭരണാധികാരിക്ക് എന്ത് മാറ്റമാണ് ഒരു നാട്ടിൽ വരുത്താൻ സാധിക്കുക എന്നുള്ളത് ബോധ്യപ്പെടുന്നത് 2014 ശേഷമാണ്. അതിന് അവർക്ക് ഫ്രീ ആയിട്ട് റേഷൻ കിട്ടുന്നു. അവരുടെ ഗ്രാമീണ റോഡുകൾക്ക് ഗ്രാമീൺ സഡക് യോജന വരുന്നു. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ജൽജീവൻ മിഷൻ പദ്ധതി കൊണ്ടുവരുന്നു. സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നു. എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്നു.
50-60% വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാകാൻ വേണ്ടിയിട്ട് ജൻ ഔഷധി സ്റ്റോറുകൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെയാണ് ആയുഷ്മാൻ ഭാരത് വയോബന്ധൻ പദ്ധതി. 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കിട്ടുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അത് കിട്ടുന്നുണ്ട്. കേരളത്തിൽ ലഭ്യമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്നു. പക്ഷേ ഇങ്ങനൊരു പദ്ധതി ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ, ഇപ്പോൾ ആലപ്പുഴയിലെ ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് യാഥാർത്ഥ്യമായത്? കൊല്ലം. അപ്പോൾ ഇതൊക്കെ 14 ശേഷം എങ്ങനെ നടന്നു? അതിനെപ്പറ്റിയിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. റെയിൽവേ വികസനം, ഇപ്പോൾ കോട്ടയത്ത് തന്നെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് സ്റ്റേഷൻ ഉൾപ്പെടുത്തി. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ, നമ്മൾ 14 മുമ്പ് ചെല്ലുമ്പോഴുള്ള കോട്ടയം റെയിൽവേ സ്റ്റേഷനും ഇപ്പോഴത്തെ കോട്ടയം റെയിൽവേ സ്റ്റേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഏറ്റുമാനൂർ മുതൽ ചിങ്ങവനം വരെയുള്ള ആ ഡബിളിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി എത്ര വർഷം കാത്തിരുന്നു? ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോപ്പ് അനുവദിക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാരും CPM-കാരും ഒക്കെ അതിൻ്റെ അവകാശവാദവുമായിട്ട് വരുന്നുണ്ട്. ഒരു ചോദ്യമേ ഉള്ളൂ, ഇതേ ട്രെയിനുകളൊക്കെ 2014 മുമ്പ് ഓടുന്നുണ്ടായിരുന്നു. ഇതേ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ അന്നും ഉണ്ടായിരുന്നു. അന്ന് ഇവരൊക്കെ കേവലം MP-മാരായിരുന്നില്ല, മന്ത്രിമാരായിരുന്നു, കേന്ദ്രമന്ത്രിമാരായിരുന്നു. സംസ്ഥാനവും കേന്ദ്രവും എല്ലാം അവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ സ്റ്റോപ്പുകൾ അവർക്ക് അനുവദിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സ്റ്റോപ്പുകളൊക്കെ ഇപ്പോൾ അനുവദിച്ച് കിട്ടുന്നുണ്ടോ എങ്കിൽ ജനങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൊടുക്കാൻ ഒരു സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതാണ് ജനങ്ങൾക്ക് ഇപ്പോൾ മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ BJP-യുടെ നിരന്തരമായിട്ടുള്ള ഈ ഒരു പ്രചരണം ഇത് അവർ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ മീഡിയ സപ്പോർട്ട് അറിയാമല്ലോ കേരളത്തിൽ BJP-ക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് ആ ജനങ്ങളിലേക്ക് BJP-യുടെ പ്രവർത്തകർ ഇറങ്ങിച്ചെന്നപ്പോൾ ഇതാണല്ലോ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ എന്ന ചിന്താഗതി ആളുകളിലേക്ക് വരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. 140 നിയോജക മണ്ഡലങ്ങളിലും MLA-ക്ക് എതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ, അതായത് ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കിക്കൊണ്ട് ആ മണ്ഡലത്തിലെ 25-30 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് അത് എത്ര വർഷം പുറകോട്ടുള്ളതാണെന്ന് നോക്കുമ്പോൾ 25, 30, 35, 40 വർഷമായിട്ടുള്ള വിഷയങ്ങളാണ് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഒപ്പിട്ട് തരികയാണ്. കാരണം അവർ മതിയായി ഈ MLA, അത് അവരും അംഗീകരിക്കുന്നു. ഈ MLA മതിയായി, ഒരു മാറ്റമുണ്ടാവണം. ഇത് കേരളത്തിൽ ഒരു MLA-യുടെ അല്ലെങ്കിൽ ഒരു MP-യുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ആ മാറ്റം ഉണ്ടാവണം. അതുകൊണ്ടാണ് എല്ലാവരും പേരെഴുതിയാണ് അവർ ഒപ്പിട്ട് തരുന്നത്. അപ്പോൾ ആ ഒരു ഹൗസ് കോണ്ടാക്ട്, ആ ഒരു പാർട്ടി പ്രവർത്തകരുടെ ആ ഒരു പ്രവർത്തന ശൈലി, അതിൽ അവർ താഴേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ജനങ്ങളുടെ ആ തിരിച്ചറിവാണ് ഇനി ഒരു മാറ്റമുണ്ടാകുമെന്നുള്ളത് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം കേട്ടെ, ഇപ്പം നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നു. കേരള സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ വികസനം എന്നുള്ള രീതിയിലാണ് കേരയിൽ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത്. ഈ കേരളിനെതിരായി സമരം ചെയ്ത യുവമോർച്ച നേതാക്കളിൽ ആദ്യകാലത്ത് തന്നെയുള്ള ഒരു നേതാവാണ് താങ്കൾ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്തരമൊരു വികസന പ്രവർത്തനത്തെ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയുന്ന ഒരു സമീപനം ഉണ്ടായത്? കേരളയിൽ ഒരിക്കലും ഒരു വികസന പ്രവർത്തനമല്ല. അത് ഈ ശ്രീധരൻ സാറൊക്കെ പറഞ്ഞതുപോലെ അതൊരിക്കലും വയബിൾ അല്ലാത്ത ഒരു പ്രൊജക്റ്റാണ്. അത് കേരളത്തെ രണ്ടായി മുറിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഒരു മതിൽ കേരളത്തിൻ്റെ നടുവിലൂടെ കെട്ടിയിട്ട് അതിനകത്തൂടെ ഒരു ട്രെയിൻ ഓടിക്കുക എന്നുള്ള ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. പറഞ്ഞല്ലോ, നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്ത് മഴ പെയ്താൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളുള്ള നിരവധി പ്രദേശങ്ങളുള്ള സ്ഥലത്ത് ഇത്തരത്തിലൊരു ബണ്ട് പോലെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഒരിക്കലും ഒരു വയബിൾ അല്ല, നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിൻ്റെ പേരിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് മറ്റ് താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ആ താല്പര്യങ്ങൾ, ആ പണത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു മഞ്ഞ കുറ്റിയുമായി എല്ലാ ഭൂമിയും പോയി അളന്ന് തിട്ടപ്പെടുത്തി അവിടെ ഈ കല്ലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നാളെ ആ വീട്ടുകാർക്ക് ആ ഭൂമി ക്രയവിക്രയം ചെയ്യാൻ സാധിക്കില്ല. ഒരു പെൺകുട്ടിയുടെ വിവാഹം വന്നു കഴിഞ്ഞാൽ ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പണയം വെക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്താൽ നല്ലതല്ലേ? ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കുന്നില്ലല്ലോ, കല്ലിട്ട് പോകുന്നില്ലേ ഉള്ളൂ. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ഈ പ്രൊജക്റ്റിന് അപ്രൂവൽ കിട്ടണം. കേന്ദ്ര സർക്കാർ ഈ പ്രൊജക്റ്റിന് അപ്രൂവൽ കൊടുക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. രണ്ട്, ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ
ഒരു ലൈൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് മറ്റ് രണ്ട് ലൈനും കൂടെ കൂട്ടി കൊടുത്തിട്ട് വേണം ഒരു പ്രൊജക്റ്റിന് ഇതിന് പോകാൻ. അതിന് ശേഷമാണ് ഇത് ഫൈനൽ അപ്രൂവൽ വരുന്നത്. ഇതൊന്നുമില്ല. ഇതുവരെ ഒറ്റ ലൈൻ തീരുമാനിച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഒരു വേഗതയിൽ കേരളത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ല അവർക്ക് ആവശ്യം. അവരുടെ ആവശ്യം മറ്റെന്തോ ആണ്. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. ജനങ്ങളാണ് ഈ സമരം ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളൊരു ദിവസം ഓഫീസിലിരിക്കുന്ന സമയത്താണ് പനച്ചിക്കാട് പഞ്ചായത്തിൽ അന്നത്തെ ചങ്ങനാശ്ശേരി DYSP-യുടെ സഹായത്തോട് കൂടിയിട്ട് കേരയിൽ ഉദ്യോഗസ്ഥർ കല്ലിടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വാർത്ത നമുക്ക് കിട്ടുന്നു. അപ്പോൾ അവിടെ ചെല്ലുന്നു. അവിടെ ആകെ അന്നേരം ഉള്ളതൊരു 10-25 വീട്ടുകാരുണ്ട് ആ പ്രദേശത്ത്. കാരണം ഇത് ആരും അറിയാതെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പ്രതികരിക്കണമെന്ന് അവർക്ക് തോന്നി. അവിടെ അന്നത്തെ BJP-യുടെ മെമ്പർമാരുണ്ടായിരുന്നു ആ പഞ്ചായത്തിൽ. അവർ നമ്മളെ വിളിക്കുന്നു, നമ്മൾ ചെല്ലുന്നു, തടയുന്നു. അങ്ങനെയാണ് ആ സമരത്തിലേക്ക് ആദ്യം നമ്മൾ ഇറങ്ങുന്നത്. പക്ഷേ ഒരു ജനത്തെ ദ്രോഹിക്കണം എന്നുള്ള അത്തരം ഒരു ലക്ഷ്യം മുൻനിർത്തി ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുമോ? ഒരു ഭരണാധികാരിയുടെ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് ഈ പദ്ധതികളുടെ ഇതുണ്ടാകുന്നത്. സ്വന്തം താല്പര്യം മാത്രമാണ് നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയാണ് നോക്കുന്നതെങ്കിൽ, പാർട്ടിയുടെ സാമ്പത്തിക ലാഭം മാത്രമാണ് നോക്കുന്നതെങ്കിൽ, ജനദ്രോഹപരമായിട്ടുള്ള പദ്ധതികൾ മാത്രമായിരിക്കും നടപ്പിലാക്കുന്നതും കൊണ്ടുവരാൻ പോകുന്നതും. ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ വികസനം മാത്രമാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഓരോ പദ്ധതികളും അതിനകത്ത് ഏതെങ്കിലും ഒരു പദ്ധതിയിന്മേലൊരു വിവാദം പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? അതാണ് വ്യത്യാസം. ഇന്ന് ഇവിടെ ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുമോ? എത്ര സംരംഭകരാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്? ഇതിലും വലിയ അരാജകത്വം എന്താണ് വേണ്ടത്? ഈ വീണ്ടും നമ്മൾ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ബഫർ സോൺ സമരം നടത്തിയത്? എരുമേലി ഏഞ്ചൽ വാലി പ്രദേശങ്ങളിൽ ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ അത് ബഫർ സോണായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് സ്കൂളുകളുണ്ട്, ചർച്ചസ് ഉണ്ട്, നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളാണ്, അവരുടെ കൃഷിഭൂമികളുണ്ട്. അങ്ങനെ ഒരുപാട് അവരുടെ കൊച്ചുനാൾ മുതൽ ജീവിച്ച് വന്നിരുന്ന ഒരു പ്രദേശത്തേക്ക് അതിന് ബഫർ സോണാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സാഹചര്യം വരുന്നു. ഇവിടെ ഇത് ബഫർ സോണായിട്ട് വന്നു കഴിയുമ്പോൾ ഇത്രയും ആളുകൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷയം അതവിടെ ഒരു സമരമായിട്ട്, ഇതേപോലെ കേരളയിൽ പോലെ തന്നെ അവിടെ ഒരു സമരമായിട്ട് അവർ തുടങ്ങുന്നു. അന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻജിയുടെ കൂടെ, അന്ന് ഞാൻ ജില്ലാ പ്രസിഡൻ്റാണ്, ഞങ്ങൾ അവിടെ പോകുന്നു. അവിടുത്തെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഞങ്ങൾ പോയി ഇവരെ കാണുന്നു. അവരുടെ വിഷമങ്ങൾ പറയുന്നു. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പദയാത്ര, ഞങ്ങൾ അന്ന് ഒരു പദയാത്ര പറഞ്ഞത് BJP-യുടെ പ്രവർത്തകർ നടത്തുന്ന പദയാത്രയല്ല. ഞങ്ങളുടെ പദയാത്രയിൽ ഈ അഫക്റ്റഡ് ഏരിയയിലെ ജനങ്ങളാണ് പങ്കെടുക്കുന്നത്. ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം വിട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പദയാത്രയായിരുന്നു. ഞങ്ങൾ ആ പദയാത്ര നടത്തുന്നു. പക്ഷെ അതിനുശേഷം ഒന്നും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല. ലാസ്റ്റ് ഈ സമരസമിതിയിലെ ഏതാനും ആളുകൾ, ഞാൻ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ, ഞങ്ങൾ പോയിട്ട് അന്നത്തെ എൻവയോൺമെൻറ്റൽ മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ്ജിയെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുന്നു. അവിടെ കണ്ട ഒരു മാറ്റമെന്ന് പറയുന്നത്, അപ്പം ഈ സമരസമിതി അവരുടെ കൂടെ അവരൊരു റിലേറ്റീവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അദ്ദേഹം സെൻട്രൽ മിനിസ്റ്ററുടെ അടുത്ത് ഈ വിവരങ്ങൾ പറഞ്ഞു തുടങ്ങാൻ നേരത്ത് ഉടനെ ഭൂപേന്ദ്രജി പറയുന്നു, നിങ്ങൾ വിഷയം പറയണ്ട, എന്താ വേണ്ടെന്ന് പറയുന്നു. ഇവർ പെട്ടെന്ന് ഞെട്ടുന്നു. ഒരു മന്ത്രി കേൾക്കാൻ തയ്യാറാകുന്നില്ലേ? അപ്പോൾ ഇവർ, സാർ ഞങ്ങൾ വിഷയം പറയട്ടെ, വിഷയം ഞാൻ അങ്ങോട്ട് പറയാം. ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേന്ദ്രമന്ത്രി ഇങ്ങോട്ട് പറയുകയാണ്, ഇതല്ലേ നിങ്ങളുടെ വിഷയം എന്ന് ചോദിക്കുന്നു. എന്തായാലും അതിനുശേഷം ഒരു 2-3-4 മാസത്തിനുള്ളിൽ തന്നെ ഈ വിഷയം സോൾവ് ചെയ്തു. ബഫർ സോൺ അവർക്ക് ജനങ്ങൾക്ക് നീതി ലഭിച്ചു. അന്ന് ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രിയുടെ അടുത്ത് ഈ വിഷയം പറയാൻ വേണ്ടി ചെന്നപ്പോൾ ചോദിച്ച ചോദ്യം, എന്ത് ബഫർ സോൺ, അതെവിടെയാണ്, അതെന്താണ് എന്ന ചോദ്യമാണ് കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി ചോദിച്ചത്. പക്ഷേ ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എൻവയോൺമെൻറ്റൽ ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്റർ നമ്മുടെ കേരളത്തിലെ ഈ ഒരു 5-6 കിലോമീറ്റർ ദൂരത്തിനകത്ത് വരുന്ന ഒരു വിഷയം, അതൊരു ജനകീയ വിഷയമാണ്,
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തെപ്പറ്റി കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങളിൽ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടാണ് BJP കോട്ടയം ജില്ലയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് ക്രമാനുഗതമായ വർധനവ് ജില്ലയിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ കോട്ടയത്ത് റവന്യൂ ജില്ലയിൽ 3 ഗ്രാമപഞ്ചായത്തുകൾ BJP ഭരിക്കുന്നുണ്ട്. നിരവധി പഞ്ചായത്തുകളിൽ ഒരു പ്രധാന പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് BJP കടന്നു വന്നിട്ടുണ്ട്. അത് പാർട്ടിയുടെ വളർച്ചയുടെ ഒരു ഘടകം തന്നെയാണ്. ഇനി ലിജിൻ ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ഒരുപാട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോടൊപ്പം, K. സുരേന്ദ്രൻ അടക്കമുള്ള ഒരുപാട് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോടൊപ്പം സംസ്ഥാന അധ്യക്ഷന്മാരായി ഇവരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചുള്ള ഒരാളാണ്. ഇതിൽ ആരുടെ ഒരു പ്രവർത്തന രീതിയിലാണ് ഏറ്റവും അധികം ആകൃഷ്ടനായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവുണ്ടോ? ഓരോ സംസ്ഥാന അധ്യക്ഷന്മാർക്കും അവരുടേതായിട്ടുള്ള പ്രവർത്തന ശൈലി ആണുള്ളത്. അതിൽ ഒരു പ്രത്യേകിച്ച് ഒരാൾക്ക് കൂടുതൽ കഴിവ്, ഒരാൾക്ക് കുറവ് കഴിവ്, അങ്ങനെയില്ല. കാരണം ഇത് BJPയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആണ് പ്രവർത്തിക്കുന്നത്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം വളർത്തിയെടുത്തുകൊണ്ട് വന്ന നേതാക്കന്മാരാണ് എല്ലാവരും. അപ്പോൾ അവർക്ക് ആ ഒരു ഗ്രൗണ്ട് എല്ലാവർക്കും ഉണ്ട്. അതൊരു ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലാതെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ലക്ഷ്യം ഒന്നാണ്, ആശയം ഒന്നാണ്, ആദർശം ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും രീതി ഒന്ന് തന്നെയായിരിക്കും. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം അതിൻ്റെ അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈക്വൽ. ഇനി ഈ ശബരിമല യുവതീ പ്രവേശനത്തിലേക്ക് വന്നാലും അവിടെയും ആ ഒരു കാലഘട്ടത്തിൽ K. സുരേന്ദ്രനോടൊപ്പം കാട്ടിലൂടെ സന്നിധാനത്തെത്തിയ ഒരു നേതാവാണ്. ഈ കാട്ടിലൂടെയൊക്കെ സന്നിധാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വേറൊരു അനുഭവമായിരിക്കുമല്ലോ നൽകിയിട്ടുണ്ടാവുക. അതെന്തായിരുന്നു? അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അത് അന്ന് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അത്രയ്ക്കൊരു ചിന്താഗതി ഉണ്ടായിട്ടില്ല. അതൊരു ആവേശമായിരുന്നു. കാരണം ആ വിഷയത്തിൽ കേരളം മൊത്തം ജനങ്ങൾ ഇറങ്ങിയിരിക്കുന്നു, അമ്മമാരുൾപ്പെടെ തെരുവിലിറങ്ങിയിരിക്കുന്നു, അവർ നാമജപ ഘോഷയാത്രകൾ നടത്തുന്നു. അമ്മമാരൊക്കെ ആരെ കണ്ടാലും മോനെ ശബരിമലയിൽ കയറാൻ അനുവദിക്കരുത് കേട്ടോ അവരെ, അല്ലെങ്കിൽ ശക്തമായി ഇതിനെ എതിർക്കണം എന്ന് പറയുന്ന ഒരു വലിയ ഒരു എന്താ പറയുക ആവേശം ഇങ്ങനെ എല്ലാവരിലും നിൽക്കുകയാണ് ഇതിനെതിരായിട്ടുള്ള ഒരു സമരത്തിൽ. അപ്പോൾ K. സുരേന്ദ്രനെ, അതുപോലെ വത്സേട്ടൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ഇത് വരുന്നു. അന്ന് ചങ്ങനാശ്ശേരിയിൽ സുരേന്ദ്രേട്ടനൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ സ്ഥലത്ത് ഭയങ്കര പോലീസ്, DYSP ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നു. അപ്പോൾ അവിടെ അവരെ അറസ്റ്റ് ചെയ്യും. സന്നിധാനത്തെത്താൻ വേണ്ടി സമ്മതിക്കില്ല. അതാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സന്നിധാനത്തെത്തിയേ പറ്റുള്ളൂ, നമ്മളവിടെ ഉണ്ടാവണം. അത് കേരളത്തിൻ്റെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു വികാരം മനസ്സിൽ നിൽക്കുമ്പോൾ കൂടുതലൊന്നും ചിന്തിച്ചില്ല, കാട്ടിക്കൂടെ പോകാം. അന്നവിടെ മുണ്ടക്കയത്തു നിന്നുള്ള എരുമേലിൽ നിന്നുള്ളവരാണ് പറയുന്നത് നമുക്ക് കാട് വഴി പോകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കാമെന്ന് പറയുന്നു. അവർ ആളെ അറേഞ്ച് ചെയ്തു, കാട് അറിയാവുന്ന ഒരു വ്യക്തി അറേഞ്ച് ചെയ്തു, പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് രാത്രിയിൽ കാട് കയറാൻ തീരുമാനിക്കുന്നു, കാട്ടിലൂടെ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഇതൊക്കെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഇതൊരു രസമായിരുന്നു, ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. കുറച്ച് ദൂരമായ തേക്ക് കൂപ്പിനകത്തോട് നടന്നു പോകുന്നു. പിന്നീട് അങ്ങോട്ട് കയറിയത് അത് എന്താണെന്ന് ഞങ്ങളുടെ ഒന്നുമില്ല, ആകെ ഒരു ചെറിയ ടോർച്ച് മാത്രമാണ് കയ്യിലുള്ളത്, വേറെ ഒരു സാധനമില്ല. മൊബൈലൊക്കെ ഓഫാണ്. മൊത്തം 10-14 പേരുണ്ട്. അങ്ങ് കയറിക്കഴിഞ്ഞ് പിന്നെ ഇത് ഭയങ്കര തിക്ക് ഫോറസ്റ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അങ്ങനെ ഒരു കാട്ടിൻ്റെ അകത്തേക്ക് പോയിട്ട് അടുത്ത് പോലും എത്തിയിട്ടില്ല. അങ്ങനത്തെ കാടിനകത്തേക്കാണ് കയറുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ കാണാൻ വലിയ വള്ളി പടർപ്പുകളുണ്ടെങ്കിൽ കാണാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. മഴ പെയ്തിട്ട് ചെളി ഇലയൊക്കെ വീണ് വഴുകി കിടക്കുന്നു. ഒരു 2 മണിക്കൂർ കൊണ്ട് കാട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറിയത്. 10-12 മണിക്കൂർ ആ കാടിനകത്ത് അകപ്പെട്ടു പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ആകെ ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പലതും ചിന്തിക്കാൻ തുടങ്ങി. അത് പിന്നെ അയ്യപ്പൻ്റെ ആ ഒരു അനുഗ്രഹം, കാരണം അങ്ങനെ ഒരു കാട്ടിൽ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഈ കാട്ടിലെ ഓരോ ഇത് കാണുമ്പോൾ അങ്ങനെയുള്ള ഒരു ഓബ്സ്റ്റക്കിൾസും അവിടെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ വലിയൊരു അനുഗ്രഹം ആ സമരത്തിനും ഞങ്ങൾക്ക് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ആ വിഷയത്തിൽ ഇപ്പോൾ
നമ്മളിപ്പോൾ സംസാരിക്കുമ്പം സർക്കാർ ദേവസ്വം ബോർഡ് മലക്കം മുറിഞ്ഞു, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അന്ന് എന്തുകൊണ്ടാണ് അവരിങ്ങനൊരു തീരുമാനമെടുത്തത്? അവിടെ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നുള്ള വാശി ആർക്കായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? അതിൻ്റെ പേരിൽ അമ്മമാരെ തെരുവിൽ വലിച്ചിഴച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അവരെ നവോത്ഥാനത്തിൻ്റെ പേരിൽ 50 കോടി മുടക്കി ആ പണം നശിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഇതിനൊക്കെ മറുപടി ഇന്ന് ഗവൺമെൻറ് പറയേണ്ടി വരും. ഈ സമരത്തിൽ പിന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെയാണ് കയറിയത്. അതിൻ്റെ റിസ്ക് മനസ്സിലാവുന്നത് ഒരു രാത്രി ഒരു 1:30-2 മണി കഴിയുമ്പോഴത്തേക്കാണ് എൻ്റെ റിസ്ക് ഫാക്ടറിനെ പറ്റിയിട്ട് മനസ്സിലാകുന്നത്. കാരണം എവിടെയാണ് ചെന്ന് ഇറങ്ങേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഞങ്ങൾ പോയത്. പക്ഷേ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ഒരു ST കോളനിയുടെ അവിടെ വരുന്നു നമ്മൾ. അവർ ഇങ്ങനെ ഷീറ്റ് വെച്ച് മറച്ചേക്കാണ് പന്നി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ ഷീറ്റ് പൊളിക്കാൻ വേണ്ടി, ആ ഷീറ്റ് പൊളിക്കാൻ മാത്രമേ പിന്നെ മാർഗ്ഗമുള്ളൂ, വേറൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ ആ ഷീറ്റിൽ പിടിക്കുമ്പോഴത്തേക്കും ഇവർ താഴെ നിന്ന് കാരണം ഇവർ വളരെ കഷ്ടപ്പെട്ട് കെട്ടിയ ഷീറ്റാണ്. ഇത് ആരാ പൊളിക്കുന്നതെന്ന് ഓർത്ത് അവർ ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. പക്ഷേ അവർ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും സുരേന്ദ്രനാണെന്ന് കണ്ടപ്പോഴത്തേക്കും അയ്യോ അവർ തന്നെ ആ ഷീറ്റ് പൊളിച്ച് ഞങ്ങളെ അപ്പുറത്ത് കിടത്തി അവരുടെ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ തന്ന് പിന്നെ അവരാണ് ഞങ്ങളെ കുറച്ച് ദൂരം കടത്തി വിട്ടത്. അങ്ങനെയാണ് വെളിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒന്നുണ്ടായത്. അത് ഓർക്കുമ്പം ഇന്ന് ഒരു ത്രില്ലൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര ഞാൻ പറഞ്ഞില്ല, ആദ്യമൊന്നും ഭീതിയില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള ഭീതി എന്നുണ്ടായി. പക്ഷേ അപ്പോഴും ആ അയ്യപ്പൻ്റെ അനുഗ്രഹവും പിന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണ്. ആ സമരത്തിന് സംഘപരിവാർ സംഘടനയുടെ പ്രവർത്തകർ നിൽക്കുമ്പോൾ അവർക്കും ആ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയോടും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചത്. ഒരു സംശയവുമില്ല. മത്സരിക്കുകയാണെങ്കിൽ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയായിരിക്കും, ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് ഒരവസരം കിട്ടിയാലും BJP മുന്നോട്ട് വയ്ക്കുന്നത്, BJPയുടെ ഇപ്പോൾ പറയുന്ന മുദ്രാവാക്യത്തിനകത്ത് ഞങ്ങൾ കൃത്യമായി ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. വികസിത കേരളം യാഥാർത്ഥ്യമാകണം. 2, വിശ്വാസ സംരക്ഷണങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങളെ എല്ലാം സംരക്ഷിക്കപ്പെടണം. സുരക്ഷിതമായിട്ടുള്ള ഒരു കേരളം ഉണ്ടാവണം. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അത് BJPയുടെ ജയിക്കപ്പെടുന്ന MLA-മാർ അതിന് വേണ്ടിയിട്ടാണ് അവരുടെ കൂട്ടായ പരിശ്രമവും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായിരുന്നു 25 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് കോട്ടയത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നത്, അതേ സാഹചര്യമാണ് ഇന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു മാറ്റവും എവിടെയുമില്ല. ഇപ്പോൾ ഏറ്റുമാനൂരെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശൗചാലയങ്ങളില്ലാത്ത വീടുകൾ തിരുവാർപ്പ് പഞ്ചായത്തിൽ ഇന്നും ഏറ്റുമാനൂർ അസംബ്ലി മണ്ഡലത്തിലുണ്ട്. അവിടെ ഒരു പ്രദേശത്ത് 10-20 വീടുകളുള്ള ഒരു പ്രദേശത്ത് ഇന്നും ഒരു വീട്ടിൽ പോലും ശൗചാലയമില്ല. എത്ര വർഷം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് എല്ലാ വീട്ടിലും ശൗചാലയം വേണമെന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇല്ലാത്ത വീടുകൾ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ, അതായത് ഇന്ന് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട 2-3 വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അവിടുത്തെ MLA. ആ MLA-യുടെ നാട്ടിലാണ് ശൗചാലയങ്ങൾ പോലുമില്ലാത്ത വീടുകൾ. അവരുടെ ആ വീടിൻ്റെ മുൻവശം മുഴുവനും ഈ പോള പോലെ കിടക്കുകയാണ്. അത് ചീഞ്ഞിട്ട് അഴുകി ഉണ്ടാകുന്ന ആ കാറ്റുമെല്ലാമായിട്ട് ആ വീടുകളിലുള്ളവർക്ക് മുഴുവൻ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്, കൊച്ചു കുട്ടികൾക്ക് അടക്കം. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും ഇന്നും വൈക്കത്ത് മുണ്ടാർ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡുകളില്ല. ഞാൻ പറഞ്ഞില്ല, CPI കാലാകാലമായി പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലമാണ് വൈക്കം മണ്ഡലം. ഒരു 2-2.5 മണിക്കൂർ എടുക്കും ജീപ്പിലൊക്കെ തന്നെ പോയിട്ട് വരണമെങ്കിൽ. രാവിലെ 6 മണിക്ക് കുട്ടികളെ ഒരുക്കി ഈ ദൂരം നടന്നു വന്നാലേ സ്കൂൾ ബസ് കയറ്റി വിടാൻ പറ്റുള്ളൂ. അവിടെ ആളുകൾ ജീവിക്കുന്നുണ്ട്. മനസ്സിലായോ? എവിടെ? നമ്മുടെ കോട്ടയം ജില്ലയിൽ വൈക്കം നിയോജക മണ്ഡലത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഈ കല്ലറ പഞ്ചായത്തുകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. തലയാഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ, TV പുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയുമായിട്ടുള്ള കണക്ഷൻ തന്നെ വിട്ടുപോകും. അങ്ങനത്തെ പ്രദേശങ്ങളുണ്ട്. ഇതിന് മാറ്റം ഉണ്ടാവണം. റോഡുകൾ വരണം. ഏറ്റുമാനൂർ നിങ്ങൾ കഴിഞ്ഞ വർഷം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ പോരുമ്പോൾ ബോട്ട് വന്നിടിച്ചിട്ട് വെള്ളത്തിൽ പോയി മരിച്ച്.
അപ്പോൾ അങ്ങനത്തെ പ്രദേശങ്ങൾ ഇന്ന് നമുക്ക് വേണോ? അതിന് മാറ്റമുണ്ടാവണ്ടേ? കുമരകം പഞ്ചായത്ത്, തിരുവാർപ്പ് പഞ്ചായത്ത്, ആർപ്പൂക്കര പഞ്ചായത്ത്, ഇവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളെയും കണക്ട് ചെയ്യുന്ന റോഡുകൾ നമുക്ക് വേണ്ടേ? ഇപ്പം അയ്മനം പഞ്ചായത്ത് CPM ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. അവിടുത്തെ MLA എന്ന് പറയുന്നത് മന്ത്രി, കേരളത്തിൻ്റെ മന്ത്രിയാണ്, VN വാസവനാണ്. ഇപ്പോൾ ആ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്, അയ്മനം ഗ്രാമപഞ്ചായത്ത്. മിനിങ്ങാന്ന് അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഭരണസമിതിക്ക് സാധിച്ചു. അവിടെ ഒരു പ്രാപ്പുഴ പാലമുണ്ട്, വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. ആ ഒരു ചെറിയ ഒരു പാലം, 2 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ചെറിയ പാലമില്ലാത്തതിൻ്റെ പേരിൽ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോഴുള്ള ഭീതി, ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവിക്കുന്നത്. അവർ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP മുന്നോട്ട് വെച്ചത് ആ പാലം യാഥാർത്ഥ്യമാക്കും. 3 മാസം മിനിങ്ങാന്ന് ബഹുമാനപ്പെട്ട PT ഉഷ MPയുടെ കത്ത് വന്നിരിക്കുന്നു. ആ പാലം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി മാഡത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പറയുന്നു. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവേട്ടൻ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പ് രാജീവേട്ടൻ വൈക്കത്ത് വരുമ്പോൾ അവിടുന്ന് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, പാർട്ടിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വന്ന് കണ്ടു. ഞങ്ങൾ നിവേദനം കൊടുക്കുന്നു, തലേ ദിവസം കൊടുക്കുന്നു. പിറ്റേ ദിവസം രാവിലെ രാജീവേട്ടൻ്റെ മെസ്സേജ് എനിക്ക് വരുവാണ്, അത് യാഥാർത്ഥ്യമായിരിക്കുന്നു, MP അത് ഏറ്റെടുത്തിരിക്കുന്നു. 3 മാസം കൊണ്ട് BJP നടപ്പിലാക്കി. ഇതുപോലെ തന്നെ നമ്മൾ കോട്ടയത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നും കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങൾ കോട്ടയം മുനിസിപ്പാലിറ്റിക്കകത്തുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതിയുണ്ട്, കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിൻ്റെ MLA ഉള്ള കോട്ടയം നിയോജക മണ്ഡലത്തിൽ അവർക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ 15 വർഷക്കാലത്തെ MLA എന്ത് പ്രവർത്തനമാണ് നടത്തിയത്? കോട്ടയം മുനിസിപ്പാലിറ്റി ആയ സമയം മുതൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇനിയൊരു 5 കൊല്ലം കൂടെ കിട്ടിയാൽ എന്ത് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇതിനകത്തൊക്കെ ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമാണ് അവർ ചെയ്യുന്നത്. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ റോഡുകളുടെ അവസ്ഥ വളരെ 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 മോശമായ റോഡുകളുണ്ട്. പനച്ചിക്കാടേക്ക് വന്നു കഴിഞ്ഞാൽ പനച്ചിക്കാട് പ്രദേശത്തെ റോഡുകൾ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം. ഒരു MLA വിചാരിച്ചാൽ നടപ്പിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഏത് റോഡാണുള്ളത് അവിടെയൊക്കെ? ഗ്രാമീണ മേഖലകളിൽ ഒന്നും ചെയ്തിട്ടില്ല. കുടിവെള്ളമില്ലാത്ത നിരവധി പ്രദേശങ്ങൾ പനച്ചിക്കാട് ഏരിയയിലുണ്ട്, വിജയപുരത്തൊക്കെ വെള്ളം കയറുന്ന പ്രദേശങ്ങളുണ്ട്. ഇതിനൊന്നും പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾ ഈ MLA-മാരോട് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി എന്താണ്? ഇപ്പം ചെയ്തു തരും. ഞാൻ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട്, ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സബ്മിഷൻ ഉന്നയിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിയമസഭയിൽ പോകുന്നത്. അത് പോയി ഉന്നയിക്കും, തിരിച്ചു വരും. ഇവിടെ വന്നിട്ടൊരു മൈക്ക് വെച്ച് കെട്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പറയുകയാണ്, എൻ്റെ അടുത്ത് കോട്ടയം ജില്ലാ കളക്ടർ പറഞ്ഞു, ഞങ്ങൾ പറയുന്ന കോൺട്രാക്ടറെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആകാശപാത പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞു എന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഒരു MLAക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ അന്നത് പുറത്തു കൊണ്ടുവരണ്ടേ? ഒരു MLA അതിനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ കളക്ടർ സ്ഥാനത്ത് നിന്ന് തെറിക്കില്ലേ? എന്തുകൊണ്ടാണ് അന്നത് പറയാൻ വേണ്ടി കഴിയാത്തത്? ഇന്ന് രോദനമാണ്. എന്തിനു വേണ്ടി? ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രോദനം ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല, ചെയ്യാനുള്ള മനസ്സില്ല. ഞാൻ പറഞ്ഞല്ലോ, കോടിമതയിലൊരു പാലം, വളരെ ചെറിയൊരു പാലമാണ്. ആ പാലം ഇത്രയും കൊല്ലമായിട്ട് പണി പൂർത്തീകരിക്കാൻ കഴിയാതെ കിടന്നത് അതിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് സ്ഥലം കൃത്യമായി ഏറ്റെടുക്കുന്നതിലെ അപാകത കൊണ്ടാണ്. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹം ഇപ്പോഴും പറയുന്ന കാര്യമുണ്ട്, കാഞ്ഞിരപ്പള്ളി സിവിൽ സ്റ്റേഷൻ പൂർത്തീകരിച്ചത് 460 ദിവസം, അങ്ങനെ ഒരു കണക്ക് അദ്ദേഹം പറയും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അദ്ദേഹം പോയിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് വിലയിരുത്തും. അദ്ദേഹം അവിടെ നോട്ട് ചെയ്യും ദിവസം 1, 2, 3 എന്ന്. അപ്പോൾ അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടോ അതിനകത്ത് MLA ഇടപെടുകയാണ്. MLA ഇടപെട്ട് MLAക്ക് ഇടപെട്ട് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള വിഷയങ്ങളില്ലെന്ന്. ഇപ്പോൾ PC ജോർജ് സാറ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അത് കോട്ടയത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞു, ഒരു MLAക്ക് ഒരു വർഷം 1 കോടി രൂപ MLA ഫണ്ടും 5 കോടി രൂപ ആസ്തി വികസന ഫണ്ടും കിട്ടും. അതായത് 6 കോടി രൂപ ഒരു MLAക്ക് ഒരു വർഷം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നുണ്ട്. 5 കൊല്ലം കൊണ്ട് 30 കോടി രൂപ ലഭിക്കുന്നുണ്ട്. ഈ 30 കോടി രൂപ അതിന് വിനിയോഗിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്, അത് അനുസരിച്ച് ഇവർ വിനിയോഗിക്കുന്നുണ്ടോ? അങ്ങനെ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ MLA മാർക്കെല്ലാം ഇപ്പോൾ 15 വർഷമായിട്ടുള്ള MLAക്ക് 90
കോടി, 25 വർഷമായിട്ടുള്ള മോൻസ് ജോസഫിന് 150 കോടി, 10 വർഷമായിട്ടുള്ള CK ആശയ്ക്ക് 60 കോടി കിട്ടൂലേ? കിട്ടും. ഇതെവിടെയാണ്, ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, എവിടെയാണ് വിനിയോഗിച്ചിരിക്കുന്നത്? ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റില്ലേ? ഈ റോഡുകളൊക്കെ ടാർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലേ? ശൗചാലയം ഇല്ലാത്തവർക്ക് ശൗചാലയം പണിത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലേ? ചെയ്തിട്ടില്ലല്ലോ. 2, നമ്മൾ എല്ലാവരോടും ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആയുഷ്മാൻ ഭാരതിൻ്റെ വയോവന്ദൻ പദ്ധതി 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കിട്ടുന്ന പദ്ധതിയാണ്. വളരെ ജനപ്രിയമായിട്ടുള്ള പദ്ധതിയാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കൊല്ലത്ത് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു ഒറീസ, പിന്നെ ഡൽഹി. ഈ 2 സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയിരുന്നില്ല. ഇത് നടപ്പിലാക്കുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP പറഞ്ഞിരുന്നത്. ഒറീസയും ഡൽഹിയും ഇന്ന് BJPയുടെ ഗവൺമെൻറ്റാണ്. കാരണം ഈ 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാഴ്ചപ്പാടാണ്. ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 ദിവസം കിടന്നാൽ എത്ര രൂപയാവും? എത്ര ലക്ഷം രൂപയാവും? സർക്കാർ ആശുപത്രിയിൽ നിന്ന് പോയിട്ട് നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ സർജറി ചെയ്യണമെങ്കിൽ മിനിമം 1 ലക്ഷം, 2 ലക്ഷം, 2.5 ലക്ഷം രൂപ വേണം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന അതേ തുകയാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ. കാരണം അവിടെ മരുന്നില്ല, സാധനങ്ങളില്ല, ഒന്നുമില്ല. ഡോക്ടർക്ക് സർജറി ചെയ്യേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട ഗ്ലൗസും ഗൗണും അടക്കം രോഗി വാങ്ങി കൊടുക്കേണ്ട സാഹചര്യമാണ്. പക്ഷെ സർക്കാർ ആശുപത്രികളെല്ലാം വളരെ മെച്ചപ്പെട്ടില്ലേ? പഴയ ഒരു കാലഘട്ടത്തിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജ് ഇവിടേക്കൊക്കെ നോക്കി ചെന്ന് കഴിഞ്ഞാൽ പഴയ പോലെ ഒരു രീതി അല്ലല്ലോ കാണാൻ സാധിക്കുന്നത്. എന്താണ് കാണുന്നത്? അല്ല, നമ്മൾ ഇപ്പോൾ ഒരു ക്യൂ ആണെങ്കിൽ പോലും അത് കറക്റ്റാണ്, ക്യൂ ഇല്ല. കാരണം ആരും പോകുന്നില്ല, പോയിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, ഇവ ഇങ്ങനെയൊക്കെയുള്ള യാതൊരു രീതി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. സർക്കാർ ആശുപത്രിയിൽ പോയാൽ പറഞ്ഞില്ലേ, മരുന്നില്ല, ഡോക്ടർ ഇല്ല. ഇനിയൊരു ചങ്കിന് വേദനയായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞിട്ടാണ് സർജറിക്ക്, അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞിട്ടാണ് ഡേറ്റ് നോക്കാമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത്രയും ആൾക്കാർ ക്യൂ നിൽക്കുന്നതുകൊണ്ടല്ല. ഡോക്ടർമാരോട് വ്യക്തിപരമായി സംസാരിക്കണം. അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അവർ കയ്യിൽ നിന്ന് കാശ് മുടക്കണം ചെയ്യണമെങ്കിൽ. ഡോക്ടർ കയ്യിൽ നിന്ന് കാശിട്ടിട്ട് ചെയ്യണം സർജറി. പറഞ്ഞില്ലേ? കോട്ടയത്തൊരു മാധ്യമ സുഹൃത്ത് കാണിച്ച ബില്ലുണ്ട്. കാലിൻ്റെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. 1 ലക്ഷം രൂപ 1.10 മറ്റോ ബില്ലാണ്. അതിനകത്ത് മാർക്കർ പേന വരെയാണ് എഴുതിയേക്കുന്നത്. ഗ്ലൗസൊക്കെ ഓരോ സർജറിക്ക് ഓരോന്ന് ഉപയോഗിക്കണമല്ലോ. ഇതെല്ലാം രോഗി മേടിച്ച് കൊടുക്കണം. അത് കൊടുക്കാൻ തയ്യാറാണോ? സർജറി ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. എവിടെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഓരോ കെട്ടിടങ്ങൾ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം കോട്ടയം ജില്ലാ ആശുപത്രി നല്ല ഞാൻ കാണിച്ചു തരാം. കോട്ടയം ജില്ലാ ആശുപത്രിയുടെ പൊളിച്ചിട്ടിട്ട് നാളുകളായി, എവിടെ എത്തിയിട്ടില്ല പണി. അതുകൊണ്ട് അങ്ങോട്ട് ആൾക്കാർ പോകുന്നില്ല, അതുകൊണ്ട് അവിടെ ക്യൂ ഇല്ല. BJP NDA വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാണ്. ആയുഷ്മാൻ ഭാരത് വയോവന്ദൻ നടപ്പിലാക്കും. അത് ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണ്. ഗ്രാമീണ റോഡുകൾ ഞങ്ങൾ നന്നാക്കും, സർക്കാർ സ്കൂളുകൾ നന്നാക്കും. ഇന്നലെ എൻ്റെ കടുത്തുരുത്തി മണ്ഡലത്തിൽ കടപ്ലാമറ്റം പഞ്ചായത്തിൽ ഇന്നലെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ പണ്ട് സമരം ചെയ്തതാണ്. ആ വിഷയത്തിൽ ഒരു സർക്കാർ സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് 110 വർഷത്തിന് ശേഷം ഇന്നലെ ആദ്യമായിട്ട് വഴി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. 25 കൊല്ലം മോൻസ് ജോസഫ് ഇവിടുത്തെ MLA ആണ്, വികസന നായകൻ എന്നാണ് പറയുന്നത്. ഒരു സർക്കാർ സ്കൂളിലേക്ക് 110 വർഷമായിട്ട് വഴിയില്ല. 2026 മാർച്ച് മാസം 13-ാം തീയതി ഇന്നലെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. ആര്? ഗ്രാമപഞ്ചായത്ത്. അവർ കാശ് ഇട്ട് അവിടുത്തെ ബാക്കി കുറേ സഹായിക്കുന്ന ആൾക്കാരെല്ലാം കൂടി സഹായിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ഒരു വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനാണ് ഒരു MLA? കേന്ദ്രീയ വിദ്യാലയമുണ്ട് കടുത്തുരുത്തിയിൽ. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന കേന്ദ്രീയ വിദ്യാലയം കടുത്തുരുത്തിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. സ്ഥലം ഏറ്റെടുക്ക് പണം കൊടുത്തിട്ടുണ്ട്, കെട്ടിടം പണിയാനുള്ള പണം കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ അനുമതി മേടിച്ച് കെട്ടിടം പണിയാനുള്ള ഒരു നടപടിയും കടുത്തുരുത്തി MLAയുടെ ഭാഗത്തുനിന്നോ കോട്ടയത്തിൻ്റെ MP-യുടെ ഭാഗത്തുനിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഒരു ചതുപ്പ് ഭൂമിയാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത് കെട്ടിടം പണിയാൻ. അവിടെ കെട്ടിടം പണിത് വിദ്യാർത്ഥികളുടെ ജീവന് വിലയിടാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിന് റിയൽ എസ്റ്റേറ്റ് താല്പര്യമില്ല. കാരണം ഇപ്പോൾ കാണിച്ചു കൊടുത്ത സ്ഥലത്തിനടുത്താണ് പോളിടെക്നിക്ക് പണിതിരിക്കുന്നത്. നിങ്ങളൊന്ന് പോയിട്ട് കാണണം. ആ പോളിടെക്നിക്കിൻ്റെ ഒരു ഏരിയ മുഴുവൻ ഇടിഞ്ഞ് വീഴാറായി നിൽക്കുകയാണ്. അവിടുന്ന് പിള്ളേരെ ഇപ്പം മാറ്റി വേറെ ഒരു സൈഡിൽ മാത്രം ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. വേറെ എത്രയോ ഭൂമി കാണിച്ചു കൊടുക്കാൻ പറ്റും. വെറുതെ കാണിച്ചു കൊടുത്താൽ മതി. പണം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അവർ പണം കൊടുത്തിട്ടുണ്ട്.
ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള നൂറുകണക്കിന് വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിന് പരിഹാരം പിന്നെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്, അവരുടെ ആവശ്യത്തിന് അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ഉറപ്പ് എന്ന് പറയുന്നത്. ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനം ഇതിന് വേണ്ടിയിട്ട് 100% അവർക്കൊപ്പം ഉണ്ടാകും. അതിൻ്റെ ഒരു സംശയവുമില്ല. അതുപോലെ മറ്റൊരു കാര്യം, ട്രാഫിക് ബ്ലോക്ക് ഇപ്പോൾ കോട്ടയം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, ഇവിടെയൊക്കെയുള്ള ഏറ്റവും കുറവിലങ്ങാട്, ഇവിടത്തേക്ക് ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക് ബ്ലോക്കാണ്. നമുക്ക് വഴിയിൽ കടന്നു പോകാൻ വേണ്ടി പല സമയത്തും സാധിക്കില്ല. ആ ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കണ്ടിരിക്കും BJP. അത് NDAയുടെ ഉറപ്പാണ് കണ്ടിരിക്കുമെന്ന് പറയുന്നത്. അതിനെന്താണ് പരിഹാരം? പുതിയ റോഡ് വേണം, ബൈപ്പാസ് വേണം, റോഡ് കണക്ടിവിറ്റി അത് ഉണ്ടാക്കിയിരിക്കും, അത് ചെയ്തു കൊടുത്തിരിക്കും. അപ്പോൾ ജനങ്ങളുടെ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളെ സേവിക്കാൻ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് സാധിക്കട്ടെ, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കട്ടെ. ഇനി കോട്ടയത്തിലേക്ക് അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലേക്ക് അധികാരത്തിൽ വരുന്ന BJP നേതാക്കൾക്ക് മികച്ച വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.